PM കിസാൻ്റെ ന്യൂ അപ്ഡേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് നമ്മൾ നേരത്തെ PM കിസാൻ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് KYC ചെയ്യുക, അതുപോലെ തന്നെ ലാൻഡ് സീഡിങ് ചെയ്യുക ഇങ്ങനെയായിരുന്നു. അതുകൂടാതെ പുതിയൊരു അപ്ഡേഷനും കൂടി PM കിസാൻ സമ്മാൻ നിധിയിൽ വന്നിരിക്കുകയാണ്. അത് നമ്മുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. മൊബൈൽ ആപ്പിൽ PM കിസാൻ ഗോ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആധാർ ഫേസ് ID എന്ന ആപ്പും ഡൗൺലോഡ് ചെയ്യുക. അത് രണ്ടും ഡൗൺലോഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആധാറിൻ്റെ KYC ചെയ്യേണ്ടത്. അതിൽ നമ്മൾ ഫേസ് ഓതൻറ്റിഫിക്കേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ആധാറിൻ്റെ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി PM കിസാൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ ലോഗിൻ എന്ന ബട്ടൺ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ അടിച്ച് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ലാംഗ്വേജ് സെലക്ട് ചെയ്ത് നമുക്ക് ഏത് ഭാഷയാണോ വേണ്ടത് അത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അപ്ഡേറ്റ് മൊബൈൽ നമ്പർ, ലോഗിൻ എന്നീ രണ്ട് ഓപ്ഷനുകൾ കാണാം. അതിൽ നമ്മൾ ലോഗിൻ എന്ന് കൊടുത്തിട്ട് അതിൽ ബെനിഫിഷ്യറി സെലക്ട് ചെയ്യുക. ബെനിഫിഷ്യറി സെലക്ട് ചെയ്തിട്ട് ആധാർ നമ്പർ എന്ന ഓപ്ഷൻ കൊടുക്കുക. ആധാർ എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ എത്രയാണോ ആ ആധാർ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഫേസ് ഓതൻറ്റിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ് KYCയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബട്ടൺ കാണിക്കും. അതിൽ നമ്മുടെ മുഖം സ്കാൻ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആധാർ ഫേസ് ID അവിടെ വരും. അതിനുശേഷം നമുക്കൊരു MPIN സെറ്റ് ചെയ്യാൻ വേണ്ടി പറയും. മൊബൈലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു 6 അക്ക നമ്പർ സെറ്റ് ചെയ്യുക. അത് 2 പ്രാവശ്യം അടച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഡാഷ്ബോർഡ് എടുത്തിട്ട് ഡാഷ്ബോർഡിൽ ബെനിഫിഷ്യറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആധാർ അടിക്കാനുള്ള ഓപ്ഷൻ വരും. ആധാർ വീണ്ടും അവിടെ ഒന്നുകൂടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് KYC കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ MPIN ഒന്നുകൂടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് ഫേസ് ഓതൻറ്റിഫിക്കേഷനിലേക്ക് പോകും. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ആ ഫേസ് ഒന്ന് ഓതൻറ്റിക്കേറ്റ് ചെയ്യുക. അതിനുശേഷം അവിടെ സക്സസ്ഫുൾ എന്ന് വേണ്ടിയിട്ട് നമുക്കൊരു മെസ്സേജ് വരും. അത് വന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഓതൻറ്റിഫിക്കേഷൻ കറക്റ്റായി എന്ന് പറയാൻ പറ്റുള്ളൂ. വന്നിട്ടില്ലെങ്കിൽ വീണ്ടും അതൊന്നുകൂടെ എടുക്കുക. വീണ്ടും നമ്മൾ ബെനിഫിഷ്യറി സെലക്ട് ചെയ്യുക. വീണ്ടും ഫേസ് ഓതൻറ്റിഫിക്കേഷൻ എടുക്കുക. ഇതുപോലെ നമുക്കൊരു മെസ്സേജ് വരണം. KYC സക്സസ്ഫുൾ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ശരിയായി എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും ലാൻഡ് സീഡിങ്ങും അതുപോലെ തന്നെ ആധാർ ഓതൻറ്റിഫിക്കേഷനും KYC എല്ലാം മൂന്നും സ്റ്റാറ്റസും yes എന്നാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഓതൻറ്റിഫിക്കേഷൻ ക്ലിയർ ആയിട്ടാവുള്ളൂ. അതുപോലെ നമുക്ക് ഇപ്പോൾ ചെയ്തിട്ടുള്ള KYCയും കൂടെ അപ്ഡേറ്റ് ആവണം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.